അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്തൃമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയാരാധനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസനും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. 2025 പ്രാരംഭ ദിവസം ഞായറാഴ്ച നമുക്കൊരുമിച്ച് പ്രകാരം ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുവാനായിട്ട് കർത്താവ് നല്ലൊരു അവസരത്തെ ഒരുക്കി തന്നു. ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ തുറന്നുള്ള നിമിഷങ്ങളും ധാരാളമായി കർത്താവ് നമ്മുടെ മേൽ പകരേണ്ടതിന് ഏറിയ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും തുറന്നുള്ള അല്പസമയങ്ങൾ നമുക്ക് ആ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. നമ്മൾ വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനത്തിൽ 1-ാം വാക്യം 1-2 വാക്യങ്ങൾ വായിച്ചു കൊടുക്കുക. മതി. ദൈവത്തിന് നമ്മോട് ഉറപ്പിക്കാനുള്ള ദൂത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. 1-ാം വാക്യത്തിൽ തുടങ്ങുമ്പോൾ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ദൈവത്തെ വാഴ്ത്തുക, സ്തുതിക്കുക, ആരാധിക്കുക. കാരണം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർക്കണം. മറന്നാൽ നാളെയും എന്നെ ഓർക്കേണ്ടത് ദൈവമാണ്. ദൈവത്തെ മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരം ഇന്ന് ഓർക്കാമെന്ന് പറയുന്ന പലരും ഓർക്കണമെന്നൊന്നുമില്ല. കൂടെ ഇരിക്കാൻ ഞാനുണ്ട്, ഒന്നും പേടിക്കണ്ട, ഞങ്ങളില്ലേ എന്നൊക്കെ പറയുന്ന പലരും കാണും. ചിലപ്പം അത്യാവശ്യ സമയത്ത് ഇവരെ ആരെയും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞോണം, ദൈവത്തെ മറക്കാതിരുന്നാൽ ദൈവം എന്നെ മറക്കത്തില്ല. 50-ാം സങ്കീർത്തനം അവസാന ഭാഗത്തൊരു പ്രത്യേക പദമുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ. അപ്പം ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് വായിക്കാമോ? നമ്മൾ ഒരു ഭീഷണിയല്ല എങ്കിലും ഗൗരവത്തോട് മുന്നറിയിപ്പുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണല്ലോ. 50-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യം. മതി. നമ്മൾ ഓർക്കണം, ദൈവത്തെ മറന്നാൽ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ കീറിക്കളയും. അന്ന് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ആരും കൂടെ കാണത്തില്ല. ഞാനുണ്ടെന്നേ, ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റില്ലേ. ആ വ്യക്തിയെ ഓർത്ത് ദൈവത്തെ മറന്നു. സമയം വരുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ കീറും, അന്ന് വിടുവിക്കാമെന്ന് പറഞ്ഞവരെന്തി. അതുകൊണ്ട് പ്രാരംഭത്തിൽ തന്നെ ഉറപ്പിച്ചോട്ടെ, ദൈവത്തെ മറക്കരുത്. ഇത് വലിയ കുറ്റമാണ്. വളരെ ഗൗരവത്തോട് ആ സങ്കീർത്തനത്തിൽ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നതാണ്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തോണം. ദൈവത്തെ മറക്കുന്നവർ ഒരു കാര്യം ഓർത്തോണം, കീറിക്കളയുന്നൊരു ദൈവം, വിടുവിപ്പാൻ ആരുമില്ലാത്ത സാഹചര്യം. അതുകൊണ്ട് 2025 നമുക്ക് ദൈവത്തെ ഓർക്കാം, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കാം. 2-ാം വാക്യം ഞങ്ങൾക്ക് കൂടെ വായിക്കുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഡോൺസ് നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഡൂസ് ആൻഡ് ഡോൺസ് ധാരാളമുണ്ട്. അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ആ വാക്യം മാത്രം ഒന്നെടുത്ത് ഇന്ന് ചോദിച്ചാൽ മറക്കരുത്. അരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ പാടില്ല. അരുത് ചെയ്താൽ ശിക്ഷയുണ്ട്, ഉറപ്പാണ്. ഓർക്കണമെന്ന് പറഞ്ഞത് ഓർക്കുക, മറക്കരുതെന്ന് പറഞ്ഞത് മറന്നാൽ, അരുത് മറന്നാൽ ദൈവം ശിക്ഷിക്കും. നമുക്ക് 2025 ദൈവത്തിൻ്റെ ശിക്ഷയുടെ കരം, ആ വടി നമ്മുടെ നേരെ നീട്ടാതെ ഓർക്കാനുള്ള കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഓർക്കണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ. ഓരോ ദിവസവും ഓർത്ത് നന്ദി പറയുക. ആഴ്ചയുടെ അവസാനം വരുമ്പോൾ ഒരാഴ്ച നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. മാസാവസാനം ഒന്നിച്ചു ചേർന്ന്, കർത്താവേ കഴിഞ്ഞൊരു മാസം എന്നെ നടത്തിയല്ലോ, നന്ദി കരയറ്റുക. വർഷാവസാനം ഒരു വർഷം നടത്തിയല്ലോ, ദൈവത്തിന് നന്ദി കരയറ്റാം. തീർച്ചയായിട്ടും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ വലിയവനായ കർത്താവ് ഇടയാക്കട്ടെ. ഈ സങ്കീർത്തനം നമ്മൾ പഠിച്ചു വരുമ്പോൾ, ഞാൻ ആ ഭാഗത്തേക്കെല്ലാം ഇറങ്ങുന്നില്ല, അവിടെ നമ്മൾ കാണുമ്പോൾ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറഞ്ഞ് താഴേക്ക് ഉപകാരങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക. ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കാരണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ അത്ര വലുതാണ്.
ശാരീരിക, മാനസിക, ആത്മീയ, ഭൗതിക മേഖലകളിലെല്ലാം ദൈവം എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഞാൻ മറക്കരുത്. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഞാൻ കഴിഞ്ഞ രാത്രി ദൈവസന്നിധിയിൽ ദൈവമോ തന്ന ഒരു ചിന്ത നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊന്ന് വായിക്കാം. Read in English also. Bless the Lord, you his angels, who excel in strength, who do his word, heeding the voice of his word. അവിടെ ഞാൻ വേഗത്തിൽ പറഞ്ഞ ഭാഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന, മറ്റു വാക്കിൽ പറഞ്ഞാൽ ഈ വാക്യത്തെ നമുക്കിങ്ങനെ ഒന്ന് പറയാം: ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരാ വീരന്മാർ. അങ്ങനല്ലേ അതിൻ്റെ അർത്ഥം? ഒന്ന് വായിച്ചു നോക്കിയേ. ഞാൻ വായിച്ചപ്പോൾ എനിക്കങ്ങനെ മനസ്സിലായത്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരാരാ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയോ. ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചോ വാക്യം. ആ ആ നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ട് നിൽക്കാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവം പറയുന്നത് കേൾക്കുന്നവർ വീരന്മാരാ. അപ്പോൾ ദൈവത്തെ അനുസരിക്കാത്തവരാരാ? വീരന്മാരല്ല, പോഷന്മാരാ. ഒത്തിരി ചിന്തകൾ, ചോദ്യങ്ങളൊക്കെ വരാം. വിശദീകരിക്കാം, വേഗത്തിൽ മുന്നോട്ട് പോകാം. സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ ഈ മെസ്സേജ് അവസാനിപ്പിക്കാം. ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ നാട്ടുകാർ പറയും മണ്ടത്തരമാണ്. ശത്രുവിനെ സ്നേഹിക്കുക വചനമാണ്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് അനുസരിച്ചാൽ ഞാൻ ആരായി? ഞാൻ വീരനായി. ലോകം എന്തോ പറയും? സൂക്ഷിച്ചേ നിൽക്കാവുള്ളൂ, ഒരു പറ്റിയതാ, നീ അതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയിടത്ത് തിരിച്ചു കൊടുത്തോണം. തിരിച്ചു കൊടുത്താൽ ഞാൻ ആരായി? ലോകത്തിന് മുമ്പിൽ. ദൈവവചനമല്ല എനിക്ക് പറയുന്നത്. എന്നെ 2 പറഞ്ഞു, അവസരം കിട്ടിയപ്പോൾ ഞാൻ 2 എണ്ണം ആൾക്കാരെന്നാ പറയും കൊള്ളാം. പക്ഷെ ദൈവം എന്തോ പറയുന്നത്? ആ വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ നീ വീരനായി. ആ വ്യക്തിയെ സ്നേഹിച്ചാൽ നീ വീരനായി. ചോദിച്ചിട്ട് ലോകത്തിൻ്റെ പ്രമാണമാണോ വലുത്, ദൈവത്തിൻ്റെ പ്രമാണമാണോ വലുത്? ഭൂരിപക്ഷം അംഗീകരിക്കുന്ന ഒരുപക്ഷെ ലോകത്തിൻ്റെ പ്രമാണമായിരിക്കാം. എന്നാൽ ഒരു ദൈവ പൈതൽ അനുസരിക്കേണ്ടത്, അനുവർത്തിക്കേണ്ടത് ഈ സത്യവേദ പുസ്തകം. ഇതിനകത്ത് എന്ത് പറയുന്നോ ഇതിനനുസരിച്ച് ജീവിച്ചാൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാനൊരു വീരനാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വേദപുസ്തകം എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കുക. ഇതിൻ്റെ പ്രമാണം അനുസരിച്ച്, കൽപ്പന അനുസരിച്ച് നിന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, ലോകം പറയും നീ പോഷന, നിന്നെ എന്നൊത്തിന് കൊള്ളാം, കഴിവില്ലാത്തവനായിക്കോട്ടെന്നേ. ഇന്ന് കഴിവുണ്ടെന്ന് പറയുന്നവൻ നാളെ തിരിച്ചു പറയും എനിക്ക് ആ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് സ്വർഗത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ് വീരന്മാർ. അങ്ങനെയെങ്കിൽ 2025 നോക്കിക്കൊണ്ട് ദൈവമക്കൾ പറയണം, 2025 ഞാനൊരു വീരനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊരു ഹീറോ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഹീറോ ആകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. യാക്കോബിൻ്റെ വീട്ടിൽ 13 മക്കൾ. ചരിത്രമൊക്കെ നമുക്കറിയാം, വിശദീകരിക്കാതെ ഞാൻ ഓടിപ്പോവുക. ഒരു പെൺകുട്ടി, ബാക്കി 12 മക്കൾ. ഈ 13 മക്കളുള്ള വീട്ടിൽ ഹീറോ ആയതാരാ? ജോസഫ്. എന്തുകൊണ്ട് ഹീറോ ആയി? ദൈവത്തെ അനുസരിച്ച്, അത്രയേ ഉള്ളൂ കാര്യം. അവൻ 2 സ്പെഷ്യൽ കോഴ്സും എല്ലാം അപ്പം വിട്ട് പഠിപ്പിച്ചോ? ഒന്നുമില്ല. അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും കിട്ടിയത്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, എന്നാൽ വിദ്യാഭ്യാസം ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എല്ലാവർക്കും ഒരുപോലെ കിട്ടി. 13 മക്കളെ ഒരുപോലെ ആയിരിക്കും അവർ വളർത്തിക്കൊണ്ട് വന്നത്. അതിൽ ഒരുത്തൻ ഹീറോ ആയി. കാരണം ഒറ്റ വാക്കി പറഞ്ഞാൽ അവൻ വചനം അനുസരിച്ച്, അത്രയേ ഉള്ളൂ കാര്യം. ബാക്കി ആൾക്കാർ ഹീറോസ് ആയില്ല. എന്താ കാരണം? വചനം അനുസരിച്ചില്ല. ഉൽപ്പത്തി 38 തോന്നുന്നു. ജോസഫിൻ്റെ സഹോദരന്മാരുടെ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്നും നല്ല ചരിത്രങ്ങളൊന്നുമല്ല. എന്നാൽ ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് ശരിക്കും മനസ്സിരുത്തി പഠിച്ചാൽ, ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഒത്തിരി ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ വന്നിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്നു. ആ കുടുംബ പ്രാർത്ഥനയിൽ ദർശനം കാണുന്നവനായിരുന്നു ആര്? ജോസഫ്. അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? അപ്പനും അമ്മയും
അമ്മയെന്ന് പറയുമ്പോൾ തൻ്റെ മദറല്ല, ലേയ അല്ലെങ്കിൽ മറ്റാൾക്കാരെല്ലാം ഉണ്ട്, തൻ്റെ മാതാവ് മരിച്ചു പോയല്ലോ. ഇവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നപ്പോൾ ജോസഫ് കണ്ടൊരു ദർശനം അവരോട് വിവരിച്ചു. അങ്ങനെയെങ്കിൽ ഈ ദർശനം നടന്നത് കുടുംബ പ്രാർത്ഥനയില. അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തന് ദൈവം വെളിപ്പാട് കൊടുത്തെന്ന്. ഒന്ന് ഓർത്ത് നോക്കി, എന്ത് സന്തോഷമുള്ളൊരു കുടുംബം. നമ്മളൊക്കെ ഒന്ന് ആഗ്രഹിക്കും നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടക്കട്ടെ. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കോ കാത്തിരിപ്പ് യോഗത്തിനോ പ്രത്യേക ഒരു ആത്മീയ ഉണർവിൻ്റെ ക്ലൈമാക്സിൽ എത്തിയ ഒരു മീറ്റിംഗ് ഒന്നുമല്ല. നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ചില പ്രത്യേക മീറ്റിങ്ങിൽ ആത്മീയം അങ്ങോട്ട് കൂടി ഉണർവ് അങ്ങോട്ട് കയറി ദൈവം ചില വെളിപ്പാടും ദർശനമൊക്കെ തന്നിരിക്കും. പക്ഷെങ്കിൽ ഇത് ഒരു കുടുംബ പ്രാർത്ഥനയിൽ ദൈവം വെളിപ്പാട് കൊടുക്കണമെങ്കിൽ ജോസഫിന്റെ ജീവിതം എന്താണെന്ന് ചിന്തിച്ചു കൊടുക്കുക. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ആ ഭക്തനായ മനുഷ്യൻ ദൈവം കൊടുത്ത വെളിപ്പാട് ആ പ്രാർത്ഥനാ മധ്യയിൽ, കുടുംബ പ്രാർത്ഥനയിൽ താൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആരും ഇത് അംഗീകരിച്ചില്ല. ചേട്ടന്മാർ ചോദിക്കുന്ന ഈ വെളിപ്പാട് താൻ പറഞ്ഞു, അതിൻ്റെ വ്യാഖ്യാനവും കൊടുത്തപ്പോൾ ചേട്ടന്മാർ ചോദിക്കുക, നീ ആരാടാ? എടാ, ഞങ്ങളൊക്കെ 10 പൈസ ഉണ്ടാക്കുന്നവനാ, നിനക്കതിന് പോലും കഴിവില്ല. ആ ചരിത്രമൊക്കെ അറിയാമല്ലോ. ഈ 10 പേരും ജോലി ചെയ്യുന്നവരാ. ഇവൻ വീട്ടിലിരിക്കും, അപ്പം വല്ലതും കൊടുത്താൽ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ ചേട്ടന്മാർ ന്യായമായ ചോദ്യം അവരോട് ചോദിച്ചതാണ്, നീ രാജാവാകുമെന്നോ? പോയി കിടന്നുറങ്ങാൻ നോക്കണം. ചുമ്മാ അത് സ്വപ്നം കണ്ട് ദർശനവും പറഞ്ഞ് ഞങ്ങളെ ഒരുമാതിരി ഒരു വിഡ്ഢിയാക്കല്ലേ, ഇതായിരിക്കും അവർ പറഞ്ഞത്. പക്ഷെങ്കിൽ കാലം മുന്നോട്ട് ചെന്നപ്പം കാലം ഒരു കാര്യം തെളിയിച്ചു. വചനം അനുസരിച്ചവൻ ആരായി? ഹീറോ ആയി. നിങ്ങൾ കൂടെ ഉണ്ടോ? ദൈവത്തെ അറിയാതെ പോയവൻ എങ്ങും എത്തിയില്ല. ദൈവത്തെ വിളിച്ചവൻ, വചനത്തിന്റെ ശബ്ദം കേട്ടവൻ വീരനായി മാറി. യെസ്, ഹല്ലേലൂയ. വചനം അനുസരിക്കുമ്പോൾ, വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപക്ഷെ സഹോദരവർഗം നമ്മളെ പഴിച്ചെന്ന് വരാം, നിന്നെ കൊള്ളത്തില്ലെന്ന് പറയാം, നിനക്കെന്തോ വിദ്യാഭ്യാസമുണ്ട്, നിനക്കെന്തോ അറിവുണ്ട്, നിനക്കെന്തോ പണമുണ്ട്, പല ചോദ്യങ്ങൾ വന്നേക്കാം. എന്നാൽ ഇതിൻ്റെ ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് ദൈവമക്കൾ വിളിച്ചു പറയണം, ഞാൻ വചനം അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്നെ ഉയർത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. യെസ്, ഹല്ലേലൂയ. വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിച്ചാൽ അങ്ങനെയുള്ളവർ വീരന്മാരായി മാറും. യെസ്, ഹല്ലേലൂയ. കാലം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇടഭാഗം വിട്ടിട്ട് വേഗത്തിൽ ഒരൊറ്റ വാക്യം മാത്രം ഓർപ്പിച്ച ഭാഗം അവസാനിപ്പിക്കാം. ജോസഫ് മിസ്രൈമിലെത്തി, പ്രധാനമന്ത്രിയായി. തൻ്റെ സഹോദരന്മാർ, തൻ്റെ പിതാവ്, ഇവരെ എല്ലാം കൂടെ താൻ പിന്നീട് മിസ്രൈമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഫറവോന്റെ മുമ്പിൽ കൊണ്ടു നിർത്തുന്നു. യാക്കോബിനോട് ഫറവോൻ ചോദിക്കുന്നു, എത്ര വയസ്സായി? താൻ വയസ്സ് പറയുന്നു. താൻ പറയുന്ന പ്രത്യേക ഒരു പദമുണ്ട്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലഘട്ടം ഇത്ര വർഷം. അതിനുശേഷം യാക്കോബ് ഫറവോനെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം കിട്ടിയ ഫറവോൻ ജോസഫിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ സഹോദരന്മാരുടെ പണി എന്താ? ഒന്ന് വായിച്ചേര്. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചോളൂ. മിസ്രൈം ദേശം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. അതിലേറ്റവും ബെസ്റ്റ് പാർട്ട് നിങ്ങൾ എടുത്തോ, നിങ്ങൾ അവിടെ പാർപ്പിച്ചുകൊള്ളുക. എന്നിട്ട് ഫറവോൻ തന്നെ പറഞ്ഞു, ഈ മിസ്രൈമിലെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഗോശൻ ദേശമാണ്, അവിടെ നിങ്ങൾക്ക് തരാം. അവരിൽ പ്രാപ്തന്മാരുണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ മതി. ഈ ഫറവോൻ ഒരു കാര്യം ജോസഫിനോട് പറഞ്ഞു, ജോസഫേ, നിന്റെ അപ്പനും സഹോദരങ്ങളും വീട്ടുകാരെല്ലാം വന്നല്ലോ, ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് നിങ്ങൾ പോയി താമസിച്ചു. ഇനിയും നിന്റെ സഹോദരന്മാരുടെ കഴിവൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാവുന്ന, അതിൽ ടാലൻറ്റഡ് ഏബിളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ നീ എൻ്റെ, ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നതിനാണ്, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സൂപ്പർവൈസറായിട്ട് നീ അവരെ അങ്ങ് അപ്പോയിൻറ്റ് ചെയ്തു. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചോ. ചിലടത്ത് ചീഫ് ഹെഡ്സ്മാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിവേ വായിച്ചോളൂ ആ വാക്കം. The land of Egypt is before you.
have your father and brother dwell in the best of the land. Let them dwell in the land of Goshen. ബെസ്റ്റ് ലാൻഡ് ഗോഷൻ ദേശത്ത് പാർക്കട്ടെ. അടുത്ത വാക്യം. And if you know any competent men among them, then make them chief headsmen over my livestock. ചീഫ് ഹെഡ്സ്മാൻ, അതായത് മറ്റൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചത് സൂപ്പർവൈസർമാരാക്കാൻ. നമ്മുടെ മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയട്ടെ. മൃഗസംരക്ഷണ വകുപ്പിൽ സൂപ്പർവൈസറായിട്ട് ഇപ്പോൾ ആർക്ക് ജോലി കിട്ടി? സഹോദരന്മാർക്ക്. ജോസഫിനോ? അതിലും താണ പോസ്റ്റാണോ? ഇവരുടെ വിദ്യാഭ്യാസം കൊണ്ടാണോ ഇത് കിട്ടിയത്? എന്തുകൊണ്ടാണ് കിട്ടിയത് മക്കളെ? എന്തുകൊണ്ടാണ് കിട്ടിയത് പറയാമോ? ദൈവത്തെ അനുസരിച്ചു. കറക്റ്റ്. ദൈവത്തെ അനുസരിക്കാമോ? പഠിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പഠിച്ചോണം. ഇനി ഞങ്ങൾ വേദോസം മാത്രമേ വായിക്കത്തുള്ളൂ, ദൈവത്തെ അനുസരിക്കത്തുള്ളൂ, പുസ്തകം നടക്കി വെക്കേണ്ട. നിങ്ങൾ പഠിക്കേണ്ട, ഹാർഡ് വർക്ക് ചെയ്തോണം. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു. അനുസരിച്ചാൽ ഗ്യാരണ്ടി ചെയ്യാം നിങ്ങൾ ടോപ്പിലെത്തും. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ആ വീട്ടിൽ ജോസഫ് പ്രധാനമന്ത്രിയായി, സഹോദരന്മാർ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സൂപ്പർവൈസേഴ്സായി. അതും ജോസഫിൻ്റെ റെക്കമെൻഡ് കൊണ്ട്. ഫറവോൻ പറഞ്ഞതാ, നീ കണ്ടെത്തി അവരിൽ കഴിവുള്ളവരുണ്ടെങ്കിൽ നീ അവരെ അങ്ങ് അപ്പോയിൻറ്റ് ചെയ്തു. അപ്പം ഇതും ജോസഫ് പറഞ്ഞു, ഇന്നാൾ കൊള്ളാം, ഇന്നാൾ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ വിശ്വസിക്കുമ്പോൾ ജോസഫ് തൻ്റെ 11 സഹോദരന്മാരെയും നല്ലതായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ ആ ഭാഗം വിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. വചനത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചാൽ ആരാകും? കരമുയർത്തി എന്ന് പറയാമോ? 2025 ഞാൻ വചനം അനുസരിക്കും. 2025 ഞാനൊരു ഹീറോ ആകും. വചനം അനുസരിക്കാമോ? ദൈവം നിങ്ങളെ ഒരു ഹീറോ ആക്കും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ വചനം അനുസരിക്കാനുള്ള കൃപ തരണമേ. വചനം അനുസരിച്ചാൽ ഞാനൊരു ഹീറോ. എന്നൊരു ഭാഗം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. നമുക്കറിയാമല്ലോ, എബ്രായ ബാലന്മാർ 4 പേരുടെ ചരിത്രം ദാനിയേലിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കണ്ട, അറിയാവുന്ന ചരിത്രം തന്നെയാണ്. ഈ 4 പേര് മാത്രമല്ല അവിടെ എത്തിയത്, അനേകർ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ചരിത്രം പറയുമ്പോൾ, പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് 50 ലക്ഷം യഹൂദന്മാരെയാണ് നെബൂഖദ്നേസർ രാജാവ് വന്ന് പിടിച്ചുകൊണ്ട് പോയത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആ ഭാഗത്തേക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പദം കൂടെ ഉണ്ട്, കഴിവുള്ളവരെയാണ് കൊണ്ടുപോയത്. അവിടെ ശേഷിച്ചേക്കുന്നത് കഴിവില്ലാത്ത കുറേ എണ്ണത്തിനെ യെരൂശലേമിൽ വിട്ടിട്ട് കഴിവുള്ളതിനെ മുഴുവൻ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം രാജാവിൻ്റെ കൊട്ടാരത്തിൽ പരിചരിപ്പാൻ യോഗ്യരായ ചിലരെ വരുത്തുവാൻ പറഞ്ഞു. ദാനിയേൽ 1:7 വായിച്ചോളൂ. നമ്മൾക്ക് പലപ്പോഴും ഈ 4 പേരുടെ ചരിത്രമേ വരത്തുള്ളൂ. 4 പേരല്ല അവിടെ ചെന്നത്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. 1:7 ആയിരിക്കത്തില്ല, ഞാൻ ഉദ്ദേശിച്ചു 3 തൊട്ട് വായിച്ചേ. 3 തൊട്ടേ. മതി, ചില ബാലന്മാരെ വരുത്താൻ പറഞ്ഞു. അപ്പം ഇവർ 4 പേരെ അല്ല വരുത്തിയത്. ഇനിയും അടുത്തൊരു വാക്യം കൂടെ വായിക്കുമ്പോൾ 6-ാം വാക്യം വായിച്ചേ. അവരുടെ കൂട്ടത്തിൽ, അപ്പം ചിലരുടെ കൂട്ടത്തിൽ ആരുണ്ട്? 4 പേര്. അവരുടെ പേരുകൾ നമുക്കറിയാവുന്നത് വായിക്കണ്ട. അങ്ങനെയെങ്കിൽ ഈ രാജസന്നിധിയിൽ പരിചരിപ്പാൻ ചിലരെ അപ്പോയിൻറ്റ് ചെയ്തു. ട്രെയിനിങ്, അതേക്കുറിച്ച് ചില വേദപഠിതാക്കൾ പറയുന്നത് 3 വർഷത്തെ ട്രെയിനിങ് ആണ്. ഏതാണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ IAS പോലൊക്കെ രാജസന്നിധിയിൽ സിവിൽ സർവീസാണ്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യണമെങ്കിൽ അതിന് തക്ക ട്രെയിനിങ് ആണ്. എനിവേ, ഈ ചിലരെ തിരഞ്ഞെടുത്തതിൽ നിന്ന് 4 പേർ, ഇവർക്കെല്ലാം ഒരേ ട്രെയിനിങ്ങാണ് കിട്ടിയത്. യെരൂശലേമിൽ നിന്ന് വന്നവരാ. ഭാഷ പഠിക്കണം. നമുക്കറിയാമല്ലോ, യെരൂശലേമിലെ ഭാഷയല്ല ബാബിലോണിലെ ഭാഷ. അവിടെ വന്ന് ഭാഷ പഠിക്കണം, അവിടുത്തെ വിദ്യ പഠിക്കണം, അവിടുത്തെ പഠനം, ആ രാജസന്നിധിയിൽ പരിചരിക്കാൻ തക്ക എല്ലാ പഠനവും ഇവർ പഠിച്ച് ലാസ്റ്റ് ഫൈനൽ എക്സാം കഴിഞ്ഞ് രാജാവ് ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ 4 പേരെ രാജാവിന് ബോധിച്ചു. ആരായി 4 പേര്? ആരായി 4 പേര്? പേരല്ലേ ഞാൻ ചോദിച്ചത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാമോ? വചനം അനുസരിച്ചത് 4 പേര് സെലക്റ്റഡ് ആയത്. ഈ 4 പേരാ വചനം അനുസരിച്ചവർ.
അവർ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും രാജഭോജനം കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധരാക്കത്തില്ല. അങ്ങനെയെങ്കിൽ ബാക്കി ചിലരെന്ത് ചെയ്തു? അശുദ്ധരാക്കി. ഞാൻ പറഞ്ഞല്ലോ, ചിലരെ തെരഞ്ഞെടുത്തതിൽ 4 പേർ മാറി നിന്നു. ബാക്കിയുള്ളവർ പറഞ്ഞു വേണം, എടാ കിട്ടിയ ചാൻസ് ഒന്നും കളയണ്ട, യെരുശലേമിൽ ഇതൊന്നും കിട്ടത്തില്ല. അന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ യെരുശലേം എന്ന് പറഞ്ഞ ഒരു വില്ലേജാണ്. ബാബിലോൺ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. നമുക്കറിയാമല്ലോ, വില്ലേജിലുള്ള സൗകര്യവും മെട്രോപൊളിറ്റൻ സിറ്റീസിലുള്ള സൗകര്യവും തമ്മിൽ താരതമ്യം ചെയ്ത് അറിയാം. നമ്മുടെ നാട്ടിലെ ആ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കറങ്ങുന്നവൻ ഈ വലിയ സിറ്റി ചെന്നപ്പം അവൻ്റെ കണ്ണഞ്ചി പോയി. അതും കിട്ടിയ ജോലി എവിടെ? രാജകൊട്ടാരത്തിൽ. എന്തിനാ കുറവ്? ഒന്നിനും അവിടെ കുറവില്ല. അവിടെ എന്തുമാകാം, ആരും ചോദിക്കാനില്ല. ചെയ്തില്ലെങ്കിലേ ചോദിക്കത്തുള്ളൂ. നമുക്കറിയാമല്ലോ, ആ ഭാഗത്ത് ഷണ്ണാധിപൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇതൊന്നും കുടിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ എനിക്കാ പ്രശ്നം. അതുകൊണ്ട് നീ കിട്ടുന്ന മദ്യമാണെ കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല. നീ കുടിച്ചില്ലെങ്കിൽ എന്നോട് ചോദ്യം വരും. നീ ഇത് കഴിച്ചില്ലെങ്കിൽ എന്നോട് ചോദ്യം വരും. നീ കഴിച്ചോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ആള്, വിലക്കാൻ അവിടെ ആളില്ല. അപ്പൊ ഈ ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് ഈ 4 ബാലന്മാർ ഞങ്ങൾക്ക് വേണ്ടാന്നും പറഞ്ഞ് മാറി നിന്നപ്പം യെരുശലേമിൽ നിന്ന് വന്ന നമ്മുടെ ഭാഷ പറഞ്ഞോട്ടെ, ആ പഴയ പെന്തിക്കോസുകാർ പിള്ളേരുണ്ടല്ലോ, അവന്മാരെന്താ പറയും? എടാ നമ്മുടെ നാട്ടിൽ വെച്ച് ഇതുവല്ലം പറ്റുമോ? എവിടെങ്കിലും നിന്നാൽ ആരെങ്കിലും കാണും. ചെന്ന് പാസ്റ്ററോട് പറയും. പിന്നെ ചോദ്യമായി, പറച്ചിലായി, ഈ നാട്ടിൽ പാസ്റ്ററുമില്ല, നമ്മുടെ സഭക്കാരുമില്ല. എടാ ഫ്രീ ജീവിതം അടിച്ചു പൊളിക്ക്. ആരാ ഇതൊക്കെ കാണുന്നത്? ഇന്നത്തെ കാലത്താണ് ഫോട്ടോ എടുത്ത് വാട്സപ്പിലോ മീഡിയാസിലോ ഒക്കെ ഇടും. അന്ന് അതുമില്ല. നിന്റെ നാട്ടിൽ ഒരു മനുഷ്യൻ അറിയത്തില്ല. നീ എന്തും കാണിച്ചോ, തലകുത്തി നടന്നു. എടാ യൗവനമാ, കിട്ടിയ അവസരം എന്തോ ചെയ്യല്ലേ? ഈ 4 പേര് പറഞ്ഞു, പറ്റത്തില്ല, ഞങ്ങൾക്ക് വലുത് ദൈവമാ, ഞങ്ങൾ വചനം അനുസരിക്കുന്നവരാ. നാടോ വീടോ ദേശമോ അല്ല ഞങ്ങൾക്ക് വിഷയം, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ ദൈവമാ. ഏതു നാട്ടിൽ പോയാലും എൻ്റെ ദൈവത്തെ ഞാൻ അനുസരിക്കും. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. എനിക്ക് വലുത് ദൈവമാണെന്ന് പറഞ്ഞ 4 പേർ. ഈ 4 പേര് യെരുശലേമിൽ നിന്ന് വന്ന സകല ബാലന്മാരിലും വിശിഷ്ടരായി മാറിയതിൻ്റെ കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞോട്ടെ, വചനം അനുസരിക്കാൻ അവർ തയ്യാറായി. അവിടെ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ആ 17-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 17. ആ ആ മതി. ഈ 4 ബാലന്മാർക്ക് പ്രത്യേകം എടുത്ത് എഴുതിയിരിക്കുക. ഈ 4 ബാലന്മാർക്ക് സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർഥ്യം കൊടുത്തു. വീണ്ടും ഞാൻ ചോദിച്ചോട്ടെ, ആർക്ക് കിട്ടി? വചനം അനുസരിച്ചവർക്ക്. യെസ്, ഹല്ലേലൂയ. അവിടെ അനേകായിരങ്ങൾ വന്നിട്ടുണ്ട്. ആ ട്രെയിനിങ്ങിൽ അനേകർ പങ്കെടുത്തിട്ടുണ്ട്. ആ കോഴ്സ് പൂർത്തീകരിച്ചപ്പോൾ 4 പേരെ കുറിച്ച് എടുത്തു പറയുകയാണ്, ഇവർ സംതിങ് സ്പെഷ്യൽ. കാരണം ഒറ്റ വാക്കിൽ പറയാം, അവർ വചനം അനുസരിച്ചു. ഇവര് ഹീറോസായി. കൃപ, ദൈവകൃപ. നമ്മളെ ചരിത്രത്തൊക്കെ ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ഇവർ അവിടെ തന്നെ ഹീറോസായി. ഇവർക്ക് ഉയർന്ന പോസ്റ്റ് കിട്ടി. 3-ാം അധ്യായം വരുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം, അവിടെ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് 3-ന്റെ അവസാനം കൂടെ ഒന്ന് വായിച്ചു. മതി. അവർക്ക് വീണ്ടും പോസ്റ്റ് ഉയർന്നു വന്നു. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവരെ പിടിച്ച് തീയിലിട്ടു. എല്ലാവരും പറഞ്ഞു തീർന്നു. പക്ഷേ ഈ തീ ഇവരെ ഹീറോസാക്കി ഒന്നുകൂടെ. നിങ്ങളൊന്ന് ചിന്തിച്ച് ഭാവനയൊന്ന് കണ്ടു നോക്കാം. ഈ തീക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവം ഇറങ്ങി വന്നു. 3 പേരെ ഇട്ട് 4 പേര് ഒന്നിച്ച് നടക്കുന്ന. രാജാവ് പറഞ്ഞു പുറത്തിറക്കാൻ പറഞ്ഞു. ഈ പുറത്തിറക്കി പോകുന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ കാണുമ്പോൾ ആൾക്കാർ നോക്കുന്നത് എങ്ങനെ ആയിരിക്കും? എടാ സമ്മതിക്കണം, എന്താണേലും തീ വീണിട്ടും ഒരു രോമം പോലും ഹീറോ ആയോ? ഞാനൊന്നുകൂടെ പറഞ്ഞോട്ടെ, ദൈവവചന നിമിത്തം തീച്ചുള അനുഭവിക്കേണ്ടി വന്നാൽ നിരാശപ്പെടല്ലേ. പകരം പറഞ്ഞോണം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കേണ്ടത് മൂലമാണ് ഈ തീച്ചുളയെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരുന്നത് ഞാനൊരു ഹീറോ ആയിട്ടായിരിക്കും. യെസ്, ഹല്ലേലൂയ.
ഞാൻ എൻ്റെ വാക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാമോ? ആ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിച്ചാൽ അങ്ങനെയുള്ളവരാണ് വീരന്മാരാകുന്നത്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ 2025 എനിക്ക് ഒരു ദൈവം ആഗ്രഹിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീരനല്ല, ദൈവം എന്നെക്കുറിച്ച് എന്താകാൻ ആഗ്രഹിക്കുന്നു അതാകാൻ എന്നെ സമർപ്പിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങളൊരു വീരനാകാൻ പോവുക. കൃപ, ദൈവകൃപ. ഞാൻ എൻ്റെ മറുവശം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം കേട്ടാൽ നമ്മൾ ഹീറോസ് ആകും. കേട്ടില്ലെങ്കിലും നേരെ തിരിച്ചങ്ങ് ചിരിച്ചാൽ മതി. ഞാൻ വെറും ഹീറോ ആകും. വചനം കേട്ടാൽ ഞാൻ ഹീറോ ആകും. വചനം അനുസരിച്ചില്ലെങ്കിൽ തൽക്കാലത്തൊക്കെ പിടിച്ച് നിൽക്കാം. നമുക്കറിയാമല്ലോ, നമ്മുടെ വാക്കും നാക്കും കഴിവും ഒക്കെ കൊണ്ട് ഒരു പരിധിക്കപ്പുറം ഒന്നും നിൽക്കാനൊക്കത്തില്ല. അതൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പം ആൾക്കാർക്ക് മനസ്സിലാവും ഇത് വെറും ജാടയായിരുന്നു, അല്ലെങ്കിൽ വെറും ഒരു കുമളയായിരുന്നു, ഒറ്റ സെക്കൻഡ് കൂടെ പൊട്ടിപ്പോയല്ലോ. എന്നാൽ വചനം അനുസരിച്ച ഹീറോ, വചനം അനുസരിച്ചില്ലെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം ഒന്നെടുത്താട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 23, 24 വാക്യങ്ങൾ. മുമ്പൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ വാക്യം ഒന്ന് ഓർപ്പിച്ചതാണ്. ദൈവമക്കളുടെ ഓർമ്മയിൽ കാണും. എങ്കിലും ഒന്നുകൂടെ ആ ഭാഗം വായിക്കാം. വീണ്ടും കൂടുതൽ വിശദീകരണത്തിന് പോകുന്നില്ല. ആ ആ ഒരു മിനിറ്റ് നിർത്തണേ. ആ വായിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒരുത്തൻ വചനം, ഒന്ന് വായിച്ചേ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും, അങ്ങനെയെങ്കിൽ ബാക്കി പിന്നെ വായിക്കാം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്നവർ വീരന്മാർ. ഇവിടെ പറയുന്നുണ്ട് വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ എന്തോ ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല. അനുസരിക്കാത്തവനുണ്ടാകുന്ന റിസൾട്ട് വായിച്ചു. മതി. അവിടെ വായിച്ചത് ഇംഗ്ലീഷിലൂടെ ബാക്കി ഒന്ന് വായിച്ചോളൂ. അല്പം കൂടെ ക്ലിയറാ. മലയാളത്തിൽ ഉണ്ട് എങ്കിലും. For if anyone is a hearer of the word and not a doer, he is like a man observing his natural face in a mirror. For he observes himself, goes away, and immediately forgets what kind of man he was. മതി. ദൈവത്തിൻ്റെ വചനം കേട്ട് ആജ്ഞ അനുസരിക്കുന്നവർ വീരന്മാർ. 2, മറുഭാഗം, ദൈവത്തിൻ്റെ വചനം കേട്ടു അനുസരിക്കാതിരുന്നാൽ അവർക്കുള്ള റിസൾട്ട്. അതായത് വചനം കണ്ണാടിയാണ്. ഈ ദിവസം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കണ്ണാടി നമ്മളെ തന്നെ കാണാനാണ്. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാതെ നോർമലി ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. പിന്നെ ടൈമിന് വ്യത്യാസം കാണുമെന്നേ ഉള്ളൂ. ചിലർക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ചിലർക്ക് എത്ര നോക്കിയാലും തികയത്തില്ല. പിന്നെ വീട്ടിൽ ആരും കിടന്ന് ബഹളം വയ്ക്കും, കുറേ നേരം ഉണ്ടോ ഇങ്ങോട്ടിറങ്ങാൻ, അന്നേരമായിരിക്കും. അത് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാവരും കണ്ണാടി നോക്കും. ചിലർക്ക് ജസ്റ്റ് ഒറ്റ സെക്കൻഡ് നോക്കി ഇറങ്ങി പോകുന്നവരും കാണും. എനിവേ, കണ്ണാടി നോക്കുന്നത് എന്തിനാ? പറഞ്ഞോ, നിങ്ങളെന്തിനാ നോക്കുന്നത്? നിങ്ങളെ തന്നെ കാണാനാണ്. ധൈര്യമായിട്ട് പറ, എന്തിനാ കണ്ണാടി നോക്കുന്നത്? എന്തായാലും കുറവുണ്ടോ എന്ന് കാണാൻ. നമ്മൾ വെൽ ഡ്രസ്ഡാണ്, എന്നാലും ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ നോക്കി, ഇനി എവിടെങ്കിലും ആ ഡ്രസ്സിൽ എവിടെങ്കിലും അഴുക്കുണ്ടോ, ഇനി മുഖം എങ്ങനെ ഉണ്ട്, ചീകിയത് ശരിയായോ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. എന്തായാലും നോക്കുന്നത് കുറവ് കണ്ടെത്താനാണ്. നോക്കി കുറവ് കണ്ടു, പക്ഷെങ്കിൽ പെട്ടെന്ന് അടുക്കളയിലോട്ടൊന്ന് പോകേണ്ടി വന്നു, പിന്നെ ആകെ തിരക്കായി, ഇറങ്ങിയൊരു പോക്ക്. നിങ്ങൾ കുറവ് കണ്ടു, കറക്റ്റ് ചെയ്തില്ല. ഒരു ഫംഗ്ഷനാണെന്ന് വെച്ചാൽ, കല്യാണത്തിന് ചെന്നു, ആൾക്കാർ വെച്ചു ഈ സാരി കൊടുത്തോട്ടോ വന്ന്, ഇത് കറയിരിക്കുന്നല്ലോ, നീ ഇതൊക്കെ നോക്കിയില്ലേ, നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾ കൂടെ ഉണ്ടോ, കണ്ടതല്ലേ, കറക്റ്റ് ചെയ്തോ? കറക്റ്റ് ചെയ്യാതെ പുറത്തിറങ്ങി ആൾക്കാരെന്നാ പറഞ്ഞു? നമ്മൾ സ്നേഹിക്കുന്നവരാ പറഞ്ഞു, അല്ലാത്തവരൊന്നും മിണ്ടത്തുമില്ല. അവർ മാറി എന്ന് പറയത്തേ ഉള്ളൂ. മുഖത്ത് നോക്കി പറയുന്നവരെ ദേഷ്യപ്പെടല്ലേ. പലരും മുഖത്ത് നോക്കി കാര്യം പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടാണ്. നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ളവരോട് ദേഷ്യമാണ്. ഉള്ള കാര്യം പറയുന്നത് സ്നേഹമുള്ളവരാ, അല്ലാത്തൊരു അവിടെ ഇവിടെയും നിന്ന് പറയത്തേ ഉള്ളൂ. കാരണം അങ്ങനെ എൻ്റെ ഡ്രസ്സിൽ എന്തെങ്കിലും കറയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെയാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ പിന്നെ എൻ്റെ ചിന്ത എന്തുവാ? എത്രയും പെട്ടെന്ന് ഇത് കഴിഞ്ഞ് അങ്ങ് വീട്ടിൽ പോയാൽ മതി. ഞാൻ ഒരു വിഡ്ഢിയായി നിൽക്കുക, ഭോഷനായി നിൽക്കുക. ഭോഷനായത് എപ്പോഴാണ്? കണ്ണാടി ഇല്ലാഞ്ഞിട്ടല്ല, കണ്ണാടി നോക്കാഞ്ഞിട്ടല്ല,
കണ്ണാടി നോക്കി കണ്ടിട്ടും കറക്റ്റ് ചെയ്യാഞ്ഞതാ ഞാൻ ഭോഷനായത്. അങ്ങനെയെങ്കിൽ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് വരാമോ? 23 ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? ദൈവം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ പറയാം. ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ആദ്യം നമ്മൾ പറഞ്ഞു അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്നവർ വീരന്മാരാകുമ്പോൾ, അവന്റെ വചനം കേട്ടിട്ട് ചെയ്യാതിരുന്നാൽ വായിച്ചോ. ഒക്കുന്നു. തന്നെത്താൻ കണ്ടു എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. പക്ഷെ ഞാൻ പുറപ്പെട്ടു പോയി, എൻ്റെ കുറവ് ഞാൻ മറന്നുപോയി, ഞാനൊരു വിഡ്ഢിയായി മാറുക. അങ്ങനെയെങ്കിൽ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞോട്ടെ, 2025 365 ദിവസവും എൻ്റെ ജീവിതത്തിൽ ഞാൻ വിഡ്ഢിയാകേണ്ട ദിവസമല്ല, പകരം ഞാൻ വീരനാകേണ്ട ദിവസമാണ്. ഞാൻ എപ്പോഴാണ് വിഡ്ഢിയാകുന്നത്? വചനം കേട്ടിട്ട് അനുസരിക്കാതിരുന്നാൽ ഞാൻ വിഡ്ഢിയാകും. വചനം കേട്ട് അനുസരിച്ചാൽ ഞാൻ വീരനാകും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഒരു വിഡ്ഢിയാകാൻ എന്നെ അനുവദിക്കരുത്, ഒരു വീരനാകാൻ കൃപ തരണമേ. അതിനുവേണ്ടി നിങ്ങൾ മറ്റു പരിപാടികളിലേക്കൊന്നും പോകണ്ട, വചനം അനുസരിച്ചാൽ മതി. നീ വചനം അനുസരിക്കാതിരുന്നാൽ നീ ഒരു ഭോഷനായി മാറും. ലോകം പലതും പറഞ്ഞെന്നിരിക്കും, ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും. എന്നാൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന സത്യവേദ പുസ്തകം പറയുന്നത് അനുസരിച്ചാൽ അങ്ങനെയുള്ളവർ വീരന്മാരായി മാറുക തന്നെ ചെയ്യും. യെസ്, ഹല്ലേലൂയ. ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം കൂടെ വായിച്ചോളൂ. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും. ഇനിയും 26 വായിച്ചേ. എൻ്റെ ഈ വചനം മതി. 2 കൂട്ടരെ കുറിച്ച് പറയുന്നു. 2 പ്രത്യേക ഓരോ പദങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യം നമ്മൾ വായിച്ചത് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും. 26 എൻ്റെ ഈ വചനങ്ങളെ കേട്ട ചെയ്യാത്തവനൊക്കെയും. ആണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കാത്തവർ, 2 ഗ്രൂപ്പ്. ഇനിയും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം, ഇതിലേത് ഗ്രൂപ്പ് ഞാൻ പെടും? വചനം അനുസരിക്കുന്ന ഗ്രൂപ്പിലോ അനുസരിക്കാത്ത ഗ്രൂപ്പിലോ? എവിടെയും ദൈവവചനം സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്നവർ എല്ലാവരും കേൾക്കുന്നു, അനുസരിക്കുന്നവർ ഏറ്റെടുക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇതൊന്നും എന്നോടുള്ളതല്ല, ഇന്നാർക്കിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തള്ളി മാറ്റുന്നൊരു ഗ്രൂപ്പ്. നമ്മൾ ദൈവത്തോട് പറയും, കർത്താവേ, ഏത് വചനം ആരിലൂടെ എപ്പോൾ പറഞ്ഞാലും അതെന്നോടുള്ള ദൂതാന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്താൽ അതെനിക്ക് അനുഗ്രഹമാണ്. അല്ല എങ്കിൽ അതെനിക്ക് ശിക്ഷയാണ്, ശാപമാണ്. എൻ്റെ പ്രയത്നങ്ങൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് മുഴുവൻ ശൂന്യമാകുന്നതാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞോണം. അവിടെ ആ 2 വ്യക്തികളെ യേശു കർത്താവ് നമുക്കറിയാമല്ലോ, ഗിരിപ്രഭാഷണത്തിൽ 5, 6, 7 അധ്യായങ്ങളിൽ 111 വാക്യങ്ങളിലൂടെ യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്നവർക്ക് കൊടുത്ത ഉപദേശത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ അതിൻ്റെ കൺക്ലൂഷൻ എന്ന് വേണേൽ പറയാം, ഈ 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഉപസംഹാരമാണ് ഈ വായിച്ചത്. വായിച്ചു ഒരിക്കൽ കൂടെ ഭാഗം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നവർ ഒക്കെയും മതി. ഈ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പണിത വീട്, അല്ലെങ്കിൽ ആ വീട് പണിത മനുഷ്യന് കൊടുത്ത പേരെന്തുവാ? ബുദ്ധിയുള്ള മനുഷ്യൻ. അങ്ങനെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ അവരാരാ? ബുദ്ധിയുള്ളവരാ. അടുത്ത് വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി. മതി. ആ വീടിൻ്റെ പ്രത്യേകത കണ്ടോ? ദൈവത്തിൻ്റെ വചനം അനുസരിച്ച്, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് ആ വചനമെന്ന പാറമേൽ പണിത വീട്.
ഈ വീടിന് നേരെ വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, നദികൾ പൊങ്ങി, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. അപ്പം വചനം അനുസരിച്ചാൽ, വചനത്തിൻ്റെ പ്രമാണത്തിൽ നിന്നാൽ എൻ്റെ പണി എവിടാ? പാറമേല. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, വചനം അനുസരിക്കുന്നവന് ദൈവത്തിൻ്റെ വചനം കൊടുത്തിരിക്കുന്ന പേരെന്തുവാ? ബുദ്ധിയുള്ളവൻ. ഈ വചനം അനുസരിക്കുന്നവരുടെ വീടിന് നേരെ എന്തോ വരും? കാറ്റ് വരും. വിഷയമല്ല എങ്കിലും ഞാൻ ഇടയ്ക്കും കയറി പറഞ്ഞോട്ടെ. വചനം അനുസരിച്ചു നമ്മുടെ പ്രാർത്ഥനയും വചനധ്യാനവും ആത്മീയതയും ഒക്കെ അറിയാതെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇന്നാർക്കും വരുന്ന രോഗമൊന്നും എനിക്ക് വരരുത്, ഇന്ന വീട്ടിൽ വരുന്ന പ്രശ്നം എൻ്റെ വീട്ടിൽ, അതൊക്കെ സ്വാർത്ഥത. അങ്ങനൊന്നും പ്രാർത്ഥിക്കണ്ട. ദൈവത്തിന് ഹിതമെങ്കിൽ നടക്കട്ടെന്നേ. കോവിഡ് കാലത്തൊരു കർത്തദാസൻ പ്രസംഗിച്ച് ഞാൻ കേട്ടു, എൻ്റെ വീട്ടിൽ കയറത്തില്ല, എന്നെ തൊടത്തില്ല, എൻ്റെ പിള്ളേരെ ബാധിക്കത്തില്ല. എന്തിനു ഞാൻ വെറുതെ അവകാശവാദമൊക്കെ പറയുന്നത്? അദ്ദേഹത്തെയും ബാധിച്ചു. കുടുംബമായിട്ട് 2-3 ആഴ്ച അവർ അടച്ചുപൂട്ടി കിടക്കേണ്ടി വന്നു. ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആരോടെങ്കിലും പറയാൻ ഒക്കുമോ? ഞാൻ കേട്ടത് അദ്ദേഹത്തിന് ചോദിക്കുന്നേരം ആഹാരം പോലും ഇല്ല. വയ്യാന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും മിറ്റത്തെങ്കിലും കൊണ്ട് വെച്ചു പോകുമല്ലോ. ഇതിപ്പോൾ ഒരു പ്രഖ്യാപനം ഒരു മീഡിയയിലൂടെ അങ്ങ് പ്രഖ്യാപിച്ചതാ. ഇത് ഇങ്ങോട്ട് വരത്തില്ല. ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ആത്മീയത കൊണ്ട് നമ്മളറിയാതെ പറയുന്നത്, കർത്താവേ അയലോക്കത്ത് വരെ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് കയറല്ലേ. അവിടെ നിന്റെ വീട്ടിൽ കയറാൻ ദൈവത്തിന് ഹിതമാണെങ്കിൽ കയറട്ടെന്നേ. അതിലൂടെ ദൈവത്തിന് എന്നെ എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടെങ്കിൽ ഞാനെന്തിനാ അത് വേണ്ടാന്ന് പറയുന്നത്? ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു മോള്, അവൾ നഴ്സിംഗ് പഠിക്കുക, ആ ഹോസ്റ്റലിൽ ചിക്കൻ പോക്സ്. ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, അടുത്ത റൂം വരെ ഉള്ളവർക്ക് ചിക്കൻ പോക്സ് വന്നു, പ്രത്യേകം പ്രാർത്ഥിക്കണം, എന്നെ ഇത് ബാധിക്കരുത്. നല്ല കാര്യമോ, നല്ല പ്രാർത്ഥനയൊക്കെയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, മോളെ, പേര് വിളിച്ചു പറഞ്ഞു, ദൈവത്തിന് നിനക്ക് ചിക്കൻ പോക്സ് തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്തിനാ അതിനെ നോ പറയുന്നത്? എന്നോട് ചോദിക്കുക, ഇങ്ങനാണോ അങ്കിള് പറയുന്നത്? പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം വരുന്നേ വന്നോട്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഹിതം അതാണെങ്കിൽ നിനക്ക് ചിക്കൻ ബോക്സ് തരണം, നിന്നെ എന്തെങ്കിലും അതിലൂടെ പഠിപ്പിക്കാൻ ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ നീ എന്തിനാ നോ പറയുന്നത്? എന്തും ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊള്ളുക. എന്തായാലും ദൈവത്തിൻ്റെ കൃപയാൽ ആ കുഞ്ഞിന് ചിക്കൻ ബോക്സ് വന്നില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്തുവാ? കർത്താവേ, ഞാൻ വചനം പ്രമാണിക്കുന്നു, കൽപ്പന അനുസരിക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആത്മീയ കാര്യത്തിൽ തീഷ്ണത, എൻ്റെ വീടിന് നേരെ കാറ്റടിക്കരുത്, എൻ്റെ വീടിന് നേരെ വെള്ളം പൊങ്ങരുത്, എനിക്ക് പ്രശ്നം ഉണ്ടാകരുത്. അല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിന്റെ വീടിന് നേരെ പ്രശ്നം വരണമോ വേണ്ടായോ എന്നുള്ളത് നീയല്ല തീരുമാനിക്കുന്നത്, ദൈവം തീരുമാനിച്ചോളും. പക്ഷെങ്കിൽ ദൈവം നിന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ആഴക്കുഴിച്ച് അഥവാ വചനത്തിൻ്റെ അടിത്തറയിൽ നിൽക്കുക. ആ വ്യക്തിയെക്കുറിച്ച് 2ാം ഭാഗം കൂടെ വായിക്കുമ്പോൾ ക്ലിയർ ആകും. ഒന്ന് വായിച്ചാൽ അറിയാമെങ്കിൽ ഞാൻ ഒന്ന് വായിപ്പിക്കുന്നു. 26, എൻ്റെ ഈ വചനങ്ങള് മതി, ഞാൻ ഭാഗം അവസാനിപ്പിക്കാം. വെള്ളപ്പൊക്കം ഒരുപോലെ വന്നു, എല്ലാവരെയും ബാധിച്ചു. പക്ഷെങ്കിൽ പാറമേൽ പണിതവൻ ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട് അവിടെ ഉണ്ട്. മണൽമേൽ പണിതവൻ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ചെന്നപ്പം വീടുമില്ല, ആ വീട്ടിലെ സാധനങ്ങളുമില്ല, മുഴുവൻ ഒലിച്ചുപോയി. എന്താ കാരണം? ഒരുത്തൻ അടിസ്ഥാനം വിട്ടു. ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞതാണോ എനിക്ക് ഓർമ്മയില്ല, ഒന്നുകൂടെ വേഗത്തിൽ പറഞ്ഞേക്കാം. പലസ്തീൻ നാട്ടിൽ വേനൽക്കാലത്ത് യോർദാൻ നദിയുടെ തീരത്ത് ആളുകൾ വീട് പണി. കാരണം ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ. ആ വേനൽക്കാല വസതികളാണ്, അല്ല അവരുടെ സ്ഥിരം വീടുകളല്ലിത്. അവർക്ക് വേറെ വീടുകളുണ്ട്. എന്നാൽ ആ സമ്പത്തുള്ളവർ വേനൽക്കാല വസതികളായി യോർദാൻ നദിയുടെ തീരത്ത് വീടുകൾ പണി. അപ്പോൾ ആൾക്കാർ പറയും 2-3 മാസമായിരിക്കും അവിടെ താമസിക്കുന്നത്. ഒരു കൂട്ടർ പറയും, ഓ, തൽക്കാലത്തേക്ക് ഒരു ഷെഡ് ഉണ്ടാക്കിയാൽ പോരെ, ഈ വേനൽ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തിരിച്ച് വീട്ടിൽ പോകാം. അവർ മണലിന്മേൽ പണി.
അടിത്തറയിടത്തില്ല. എന്നാൽ വേറൊരു കൂട്ടർ പറയും അടുത്ത വർഷം ഇവിടെ വരേണ്ടതില്ലേ, എന്തുവായാലും ഇന്ന് അധ്വാനിക്കുന്നു, പണിയുമ്പോൾ നന്നായിട്ട് പണിയാം. അവരാഴക്കൊഴിച്ച് അടിത്തറയിട്ട് വീട് പണിയുന്നു. ഞാൻ ആ ഭാഗമൊക്കെ ചിന്തിച്ചപ്പോൾ മനസ്സിൽ കൂടെ ഒത്തിരി ചിന്ത വന്നു. ഇവൻ വാനം തോണ്ടി കല്ലിട്ട് പണിതുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മറ്റവൻ കയറി താമസം നടത്തി. അവൻ പറഞ്ഞു അതുകൊണ്ട് ഒരുത്തൻ കുഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഞങ്ങളിവിടെ. അപ്പം ലോകത്തിന് മുമ്പിൽ ആരാ എടുക്കാൻ നോക്കുന്നേ? അവൻ ഒറ്റ മാസം കൊണ്ട് പരിപാടി കഴിഞ്ഞു, അതുകൊണ്ട് നീ ഇപ്പം അടിത്തറ ഇട്ടുകൊണ്ടിരിക്കുക. ഇവനൊന്നും മറുപടി പറയുന്നില്ല. കുറച്ച് കാലം കഴിഞ്ഞു, വേനൽ കഴിഞ്ഞു, ഇവർ തിരിച്ച് വീട്ടിൽ പോയി. ഭയങ്കര മഴ വന്നു, കാറ്റടിച്ചു, വെള്ളം പൊങ്ങി. ഈ വെള്ളപ്പൊക്കം എല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെ ചെന്നപ്പം ആ മണലിന്മേൽ പണിതവൻ്റെ വീട് അവൻ എവിടെ പണിതെന്ന് പോലും അറിയത്തില്ല. മറ്റവൻ്റെ വീടോ? ഈ മണലിന്മേൽ പണിതവൻ അടുത്ത വർഷം താമസിക്കണം എന്തോ ചെയ്യണം? വീണ്ടും പണിയണം. പാറമേൽ പണിതവനോ? അവന് ചെന്ന് കയറി താമസിക്കാം. അപ്പം ആരാ ബുദ്ധിയുള്ള? പാറമേൽ പണിതവനാ. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുക. ആരാ ബുദ്ധിയുള്ളവർ? വചനം അനുസരിക്കുന്നവർ. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ ബുദ്ധിമാനാണ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ടിട്ട് ചെയ്യാത്തവരൊക്കെ ബുദ്ധിയില്ലാത്തവരാ. 2025 നോക്കിക്കൊണ്ട് നമുക്ക് പറയണം, കർത്താവേ, വചനം അനുസരിച്ച് ഒരു വീരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം ഒരു നിമിഷം. നമുക്കൊരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കർത്തൃക്കരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്വയശോധനയ്ക്ക് വേണ്ടി ഒന്ന് വിധേയപ്പെടുത്തിയാട്ടെ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിച്ച വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ, എന്നെ ഇതാ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കും. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. ഒരു മിനിറ്റ്, എല്ലാ കുഞ്ഞുങ്ങളും കണ്ണുകളൊക്കെ ഒന്ന് അടച്ചേ. ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ കർത്താവേ, ഞാനൊരു ഹീറോ ആകാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവനാമ മഹത്വത്തിനാണ്, എൻ്റെ പേര് വലുതാകാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ സംതിങ് ആണെന്ന് കാണിക്കാനല്ല. ദൈവം എന്നെ ആഗ്രഹിക്കുന്ന ആ ആത്മീയ നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എന്നിലൂടെ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടണം. യെസ്, ഹല്ലേലൂയ. വചനം അനുസരിക്കുന്നവരിലൂടെ ദൈവനാമം മഹിമപ്പെടും. കൃപ, ദൈവകൃപ. ജോസഫ് വചനം അനുസരിച്ചു. ജാതീയ രാജാവായ ഫറവോൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെ പോലെ ദൈവാത്മാവുള്ള മറ്റൊരു മനുഷ്യനെ കണ്ടുകിട്ടുമോ? അങ്ങനെയെങ്കിൽ ജോസഫ് ഹീറോ ആയത് നിമിത്തം ജോസഫിന്റെ ദൈവമാണ് അവിടെ ഉയർന്നത്. കൃപ, ദൈവകൃപ. ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്നിലൂടെ എൻ്റെ ദൈവത്തെ ഉയർത്താൻ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഓ ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വിധത്തിൽ രക്ഷിപ്പാൻ കഴിയുന്ന വേറൊരു ദൈവവും ഇല്ലെന്ന് താൻ ആ രാജ്യത്തോട് വിളംബരം ചെയ്തത് ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ ചില ബാലന്മാർ തയ്യാറായപ്പോൾ അവരിലൂടെ ഉയർന്നത് അവരുടെ ദൈവത്തിന്റെ നാമമാണ്. കൃപ, ദൈവകൃപ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവമക്കൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ വചനം അനുസരിക്കുമ്പോൾ ഞാൻ ഉയരും, അപ്പോൾ തന്നെ എന്നിലൂടെ എൻ്റെ ദൈവത്തിന്റെ നാമം ഉയരണം. അതിനുള്ള കൃപ എനിക്ക് തരണമേ. ഇല്ല എങ്കിൽ മറുഭാഗം മറക്കരുത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അനുസരിക്കാതിരുന്നാൽ ഞാനൊരു പോഷനായി മാറുകയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ കഴിയാതെ എൻ്റെ ഇഷ്ടപ്രകാരം പണിതാൽ എൻ്റെ വീട് തകർന്നു പോകും, ഞാൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താൻ സാധ്യതയുണ്ട്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, 2025 നഷ്ടത്തിൻ്റെ വർഷമല്ല, 2025 പോഷനാകാനുള്ള വർഷമല്ല, 2025 ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കാനുള്ള വർഷമാണ്. ഒരു ഹീറോ ആകാൻ കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്പസമയം ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്താട്ടെ. വാ തുറന്ന് സ്തോത്രം പറയാവുന്നവരൊക്കെ സ്തോത്രം പറഞ്ഞു. ദൈവത്തിന് നന്ദി കരറ്റിക്കോ. ദൈവത്തോടൊന്ന് പറഞ്ഞു, പരസ്യമായി വിളിച്ചു പറഞ്ഞു, കർത്താവെ, വചനം അനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വചനത്തിന്റെ കൽപ്പനകൾക്ക് വേണ്ടി അങ്ങയുടെ ആജ്ഞ അനുസരിക്കുന്ന വീരനാകാൻ കർത്താവെ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവെ, അതിനുള്ള കൃപ എനിക്ക് തന്നാട്ട് കർത്താവെ. സമർപ്പിച്ചുകൊണ്ട് അല്പസമയം കരങ്ങൾ അടിച്ച് ദൈവത്തെ നന്ദി കരറ്റാമെങ്കിൽ കരങ്ങൾ അടിച്ച് നന്ദി കരറ്റുക. വാ തുറഞ്ഞ് സ്തോത്രം ചെയ്യാമെങ്കിൽ സ്തോത്രം ചെയ്യുക.
ദൈവം എന്നെ മാനിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ആ യാഗം അർപ്പിക്കുന്നത്, ആരാധന അർപ്പിക്കുന്നത്, സ്തോത്രം പറയുന്നത് ഒന്നും നഷ്ടമല്ല. കൃപ, ദൈവകൃപ, യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് മകൾ ഞങ്ങൾ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആരാധന അപമാനമല്ല, അത് അഭിമാനമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് മകൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നത് ദൈവനാമ മഹത്വത്തിന് കാരണമാകട്ടെ. അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ അന്യഭാഷകൾ ദൈവത്തിന് നന്ദി കരേറ്റിയാട്ട്, കരങ്ങളടിച്ച് സ്തോത്രം ചെയ്താട്ട്. ദൈവത്തിന്റെ തിരുനാമം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉയർന്നിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഓ രക്തത ജയം. ഹല്ലേലൂയ. ദൈവകൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ഓ രക്തത ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ രക്തത ജയം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പറയാം, കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു വീരനാക്കി എന്നെ തീർക്കണമേ. തീർച്ചയായിട്ടും വചനം അനുസരിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും, തലമുറയിൽ വെളിപ്പെടും, നമ്മളിൽ വെളിപ്പെടും, കുടുംബത്തിൽ വെളിപ്പെടും, ദൈവസഭയിൽ അത് വെളിപ്പെടും. സഭയായി നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. 2025 സഭയായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരാക്കി തീരുവാൻ കർത്താവെ സഹായിക്കണമേ. ഈ വചനം അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് എവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.